നമസ്കാരം. KH ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി വട്ടവടയിൽ പരിക്കേറ്റ ആദിവാസി സ്ത്രീയെ ചികിത്സയ്ക്കായി ചുമന്നുകൊണ്ടുപോയത് 5 കിലോമീറ്ററിലേറെ ദൂരം. വാഹന സൗകര്യമില്ലാത്തതിനാലാണ് വസപ്പെട്ടി കുടിയിലെ ഗാദിയമ്മാളിനെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചത്. വട്ടവടയെയും കാന്തല്ലൂരുമായി ബന്ധിപ്പിക്കുവാനുള്ള പാതയ്ക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതാണ് പ്രശ്നമെന്ന് ഉന്നതിയിലെ താമസക്കാർ പറയുന്നു. 14 കിലോമീറ്റർ പാത വന്നാൽ അടിയന്തര ചികിത്സാ സഹായം ഉൾപ്പെടെ വസപ്പെട്ടി കുടിക്കാർക്ക് കിട്ടും. നിലവിൽ വാഹന സൗകര്യം പോലുമില്ലാത്ത വനപാത മാത്രമാണ് ആശ്രയമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോഴിക്കോട് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. എളേറ്റിൽ വട്ടോളി AJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് സയാൻ ആണ് മരിച്ചത്. മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പന്നൂർ മേലയിൽ ചടങ്ങായിൽ അബ്ദുക്കുട്ടിയുടെ മകനാണ് മുഹമ്മദ് സയാൻ. മലപ്പുറത്ത് നിർത്തിയിട്ട ടാങ്കറിൽ കണ്ടെയ്നർ ഇടിച്ച് അപകടം. പൊന്നാനി ചമ്രവട്ടത്താണ് സംഭവം. ഇന്ധനം നിറച്ചിരുന്ന ടാങ്കിലാണ് കണ്ടെയ്നർ ഇടിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ വേർപെട്ടു. തുടർന്ന് ടാങ്കറിൽ നിന്ന് ഇന്ധനം ചോർന്ന് റോഡിലൊഴുകി. പൊന്നാനി ഫയർഫോഴ്സ് എത്തി അപകട സാഹചര്യം ഒഴിവാക്കി. സമയോചിതമായ ഇടപെടൽ ഒഴിവായത് വൻ ദുരന്തമാണെന്ന് അധികൃതർ അറിയിച്ചു. ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പ്രതിമാസ ഇൻസെൻറ്റീവ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോകസഭയിൽ അറിയിച്ചു. NK പ്രേമചന്ദ്രൻ MPക്ക് നൽകിയ മറുപടിയിലാണ് കേന്ദ്രം ഈ കാര്യം അറിയിച്ചത്. മാർച്ച് 4 ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. 10 വർഷം സേവനം പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നവർക്കുള്ള വിരമിക്കൽ ആനുകൂല്യം 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയുമായി ഉയർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം കാട്ടിയാൾ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശിനിയും തൃശൂർ ലോ കോളേജ് വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. പ്രതി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നാണ് പ്രാഥമിക വിവരം. വരുന്ന 2 ദിവസം അവധിയായതിനാൽ നാട്ടിലേക്ക് പോകുന്ന യുവതിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. പ്രതി കയറിപ്പിടിച്ച ഉടൻ തന്നെ പെൺകുട്ടി ഒച്ചവെക്കുകയും റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്ന് വയറിംഗ് സാധനങ്ങൾ മോഷ്ടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യോളി ബിസ്മി ബസാർ സ്വദേശി കാഞ്ഞിരമുള്ള പറമ്പിൽ മുഹമ്മദ് നിഷാലാണ് പിടിയിലായത്. പേരാമ്പ്രയിലെ ഡോക്ടർ അരുണിൻ്റെ നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ നിന്നാണ് ഇയാൾ 1.5 ലക്ഷം രൂപ വില വരുന്ന വയറിംഗ് സാധനങ്ങൾ അടിച്ചുമാറ്റിയത്. കേസ് രജിസ്റ്റർ ചെയ്ത മണിക്കൂറുകൾക്കകം നിഷാലിനെ പേരാമ്പ്ര പോലീസ് പിടികൂടുകയായിരുന്നു. റായ്ചൂർ ജില്ലയിൽ സർക്കാർ പ്രൈമറി സ്കൂളിലെ പ്രധാന അധ്യാപകനെ ജോലി സമയത്ത് സ്കൂൾ പരിസരത്ത് മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു. മാസ്കി താലൂക്കിലെ ഗോണാൽ ക്യാമ്പിലുള്ള അംബാദേവി നഗർ ഗാവ ലോവർ പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർ KV നിങ്കപ്പനെതിരെയാണ് നടപടി. വ്യാഴാഴ്ചയാണ് സ്കൂളിലെ ഉച്ചഭക്ഷണ മുറിക്ക് പുറത്ത് വരാന്തയിൽ മദ്യപിച്ച് പ്രധാന അധ്യാപകൻ ഉറങ്ങിയത്. പിറന്നാൾ ആഘോഷത്തിനിടെ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി ഭർത്താവ്. അകന്നു കഴിയുകയായിരുന്ന ഭാര്യ സമക്ക ഒരു ബന്ധുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിനെത്തിയപ്പോഴാണ് ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഭർത്താവ് ശ്രീനുവിനെ പോലീസ് പിടികൂടി. US യാത്രാ വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്ക് ശേഷം മറ്റൊരു വിമാനത്തെ ഇടിക്കുന്നത് ഒഴിവാക്കാൻ നാടകീയമായ ഒരു വീഴ്ച നടത്തി. 2 ക്യാബിൻ ക്രൂവിന് പരിക്കേറ്റു. യാത്രക്കാർ സീറ്റുകളിൽ നിന്ന് തെറിച്ചു വീണു. കാലിഫോർണിയയിലെ ബർബാങ്കിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ പൈലറ്റിന് സമീപത്തുള്ള മറ്റൊരു വിമാനത്തെ കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചു. ഫ്ലൈറ്റ് അവെയറിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് വെറും 36 സെക്കൻഡിനുള്ളിൽ വിമാനം 91 മീറ്റർ താഴേക്ക് വീണു എന്നാണ്. വിമാനത്തിലുണ്ടായിരുന്നവർ പരിഭ്രാന്തിലായതും ചിലർ വിമാനം തകരാൻ പോവുകയാണെന്ന് ഭയപ്പെട്ടതായും പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.